ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, രണ്ട് വാക്ക്. നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോകരുത്. പാവപ്പെട്ട ഉസ്താദാണ്, വലിയ പ്രയാസത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആ ഉസ്താദിന് സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിക്ഷേപിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഇവരെ കാര്യത്തിൽ വല്ല ഉറപ്പും അവർക്ക് തന്നെയുണ്ടോ? ഇവരെത്ര വലിയ ആളായിട്ടെന്താ കാര്യം? നിസ്കരിച്ചൊരൊറ്റ നിസ്കാരം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിവുള്ളവർ ആര്? ഇതൊക്കെ പറയുന്ന മുസ്ലിയാർക്ക് പോലുമാകുമോ? ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക, അയാൾ പറയട്ടെ. ഓ സുഹൃത്തുക്കളെ, 40ഓളം കൊല്ലമായി വഅദ് പറയുന്നുണ്ട്. ഒരൊറ്റ വഅദും എന്റെ റബ്ബ് കബൂൽ ചെയ്തു എന്നതിന് ഒരു ഗ്യാരണ്ടിയും കിട്ടിയിട്ടില്ല. ചെയ്ത തെറ്റുകളെല്ലാം മാപ്പ് തന്നു എന്നതിനൊരു ഉറപ്പും കിട്ടിയിട്ടില്ല. നിങ്ങളോട് ആരോടും വഅദ് പറയാനുള്ള യോഗ്യതയുമില്ല. ഇവിടെ ക്ഷണിക്കപ്പെട്ടപ്പോൾ ബാധ്യത നിർവഹിക്കുകയും നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങളുടെ ഇവരെ പിന്നാലെ കൂടിയിട്ട് അവരെ കാര്യത്തിൽ തന്നെ അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. ഒരു ഉറപ്പ് പോൽക്ക് കിട്ടൂല. നൗസാദ് മന്ദബുദ്ധി എന്ന് വിളിച്ചാലുള്ള യോഗ്യതയില്ല. കാരണം എന്താ, മന്ദബുദ്ധികൾക്കും പിന്നെന്താണ് അതിനൊരു സംഘടനയും അവർക്കൊരു ആനുകൂല്യങ്ങളും ആ തരത്തിലും പെടുത്താൻ കഴിയൂല. ഇതൊക്കെ പിന്നെ ഏതാ ജാതി കേട്ടില്ല? പേരുടെ ഉസ്താദ് അന്ന് പറഞ്ഞപ്പോഴേ ഇവരെ കാര്യത്തിന് അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല, കിട്ടൂല. പിന്നെ ഇവരെ പിന്നാലെ കൂടിയിട്ട് എന്ത് കാര്യമാണ്? അപ്പൊ ഉറപ്പ് കിട്ടിയ ആൾക്കാരാണ് പറയാ അൻപരി എന്ന് പറയണ്ടേ. ആ മുകളിലെ ക്ലിപ്പ് കണ്ടില്ലേ? നമ്മൾ ദോഷികളാണ്, തെറ്റുകാരാണ്, കുറ്റക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ലേ? ഉറപ്പ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ കുറ്റക്കാരെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒക്കെ പൊറുക്കപ്പെട്ടില്ലേ? നമ്മളെ ശേഖം ഒറ്റ ദ്വാരം തീർന്നാൽ ശേഖം എത്ര കാലമായി ദ്വാരത്തിൽ തുടങ്ങിയിട്ട് അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. അള്ളാഹു നിങ്ങൾ നേരിട്ട് സംസാരിക്കുന്ന ആളല്ലേ. മുരീദന്മാർക്ക് എന്റെ മുരീദുകൾ ആരും നരകത്തിലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. അതാടോ ഷെയ്ഖ്. ഇപ്പോഴും മുരീദന്മാര് മൊയ്തീൻ ഷെയ്ഖിന്റെ മുരീദന്മാർ ആരും നരകത്തിലില്ലാന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മലക്ക് നിങ്ങളെ മുരീദന്മാർ ആരും നരകത്തിലില്ലട്ടോ. ഈ ഷെയ്ഖിന്റെ മുരീദന്മാര് ഇപ്പോഴും നമ്മൾ ദോഷിയാണ്, ഭാവിയാണ് എന്ന് പറഞ്ഞ് നടക്കുക. ഉറപ്പിട്ടിട്ടില്ല, ഉറപ്പ് കിട്ടൂല്ല. പേരസ്ഥാനം മാത്രല്ല, ഉറപ്പ് കിട്ടിക്കണമെങ്കിൽ അൻപരിയ വർത്താനം പറയാൻ പാടുണ്ടോ? പക്ക തമ്മാടികളാണെന്നാ ഞങ്ങള് തമ്മാടികൾ എന്നാ പറഞ്ഞേ. ഫാസിക്കുകാരല്ലോ. ഇതാ ഫാസിക്ക് എന്ന് പറയല്ലേ. അൻപരിയ പറഞ്ഞ വർത്താനം. ഒരു ഫാസിക്കിനുണ്ടാകേണ്ട എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ ആളാണ്. നമ്മളൊരു ഫാസിക്കാണ്. ഇപ്പോഴും ഈ സദസ്സിൽ കൂടി എല്ലാവരും അൻവരിയും അതിൽ ആരൊക്കെ ഉണ്ടോ കുഞ്ഞേമും ഒക്കെ പെട്ട് അതുപോലെ അന്ന് പേരസ്ഥാനം ചോദ്യം ചെയ്താൽ ഉസ്താദെ തവാളുവിന്റെ വർത്താന പറയേണ്ടത്. എത്ര നമുക്ക് ഉറപ്പില്ലല്ലോ. അന്ന് ചോദ്യം ചെയ്തവർ ഇന്ന് കുമ്പസരിക്കാണ്. ഓല് ഇന്നും അതേമാതിരി തന്നെ ഉള്ളേ. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ഇതൊക്കെ ക്ലിപ്പിട്ട് വരാൻ പാടുണ്ടോ? ഇതൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞല്ലേ. എത്ര ആലിമായാലും എത്ര വലിയ മഹാനായാലും തവാളു ഉണ്ടായാലും അങ്ങനെയല്ലേ പറയുള്ളൂ. അന്ന് ക്ലിപ്പിട്ടവൻ എവിടെ പോയി? എന്തേ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിക്കണോ? ഉറപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിന്റെ വൈത്തല കൂടിയിട്ട് എന്ത് കാര്യമുള്ളത്? ഈ മജ്‌ലിസിൽ ഒരുപാട് പാപം ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ. ദോഷകറകൾ കൊണ്ട് ഹൃദയം കടുത്തവരാണ് നമ്മൾ. നമ്മളിൽ നിന്ന് വന്നു പോയ പാകപ്പിഴവുകൾ ധാരാളമാണ്. നമ്മൾ നിസാരന്മാരാണ്, മോശക്കാരാണ്. പണ്ട് പേരോടുസ്താവിന്റെ വാലില് പേരോടുസ്താവ് തവാളുവിന്റെ ഒരു വർത്താനം ഇതേമാതിരി പറഞ്ഞപ്പോഴേ അത് ക്ലിപ്പിട്ട് ചോദ്യം ചെയ്തല്ലോ. അന്ന് ഓർമ്മല്ലേ? നമ്മളെ മുമ്പ് ക്ലിപ്പിട്ടീന്. അന്ന് ഉസ്താദിനെ ചോദ്യം ചെയ്തു. എന്ത് ഇതേമാതിരി നിങ്ങൾക്ക് ഷെയ്ഖില്ല, മറ്റേ ഇല്ല, പിന്നെ ആരാ നന്നാക്കാനുള്ളത്, എങ്ങനെ നന്നാവുമോ എന്നൊക്കെ ചോദിച്ചു കണ്ടേ ഉസ്താദ് പറഞ്ഞപ്പോഴേ ഞാൻ മുമ്പ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടില്ലേക്കാണ് ആ സ്വപ്ന വിഷയവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ചർച്ച നടക്കുന്ന സമയത്ത് ഇവരെ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴും തപ്പിയാ ക്ലിപ്പ് കിട്ടും. ചിലപ്പോ നമ്മളടുത്ത് ഉണ്ടാവുക. അന്ന് ഉസ്താദ് ഇതേമാതിരി പറഞ്ഞപ്പോഴേ ഉസ്താദിനെ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാണ്ട് ഉസ്താദിനെ കുതിര കയറിയ ലെവല്
അങ്ങനെ ഇപ്പൊ പറയണ്ടേ. നമ്മൾ വിചാരിച്ചു ഇതിപ്പോ എല്ലാരും പറഞ്ഞില്ലെന്ന് വിചാരിക്കും. നമ്മളൊക്കെ ഇങ്ങനെ തന്നെ എല്ലാവരും പറയേണ്ടതൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നല്ല ആളുകളാണ് നമുക്ക് തോന്നാൻ പാടില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ ആലിമ്യങ്ങൾ പറയുമ്പോ ഓരോ നിങ്ങൾക്ക് എടുത്തോരാവല്ലേ. അതുകൊണ്ടാണ് ഞാൻ അത് കിപ്പാക്കിയത്, അറിയാൻ വേണ്ടി. ആവശ്യം വരും, ഇതൊക്കെ ആവശ്യം വരും. കാരണം ഇതേമാതിരി നമ്മുടെ ഉസ്താദ്മാര് പറഞ്ഞാല് കണ്ടോ സേഫില്ലാത്തോണ്ടാണ് മറ്റേതാണ് പറയാണ്ട് വരും. ഇതിലും വലിയ മുസാഫിനെ നടക്കാണ്ടായിക്കാണ്ട് അപ്പൊ നമ്മളെ ഓർമ്മയിലുണ്ടാവണം എല്ലാവർക്കും. എല്ലാ സമുദായന്റെ ഇതേ രൂപത്തിലുള്ളൊരു പ്രസംഗമല്ലേ പേരോത്സവം നടത്തിയത്. പാവിയാണ് ദോഷിയാണെന്നും പറഞ്ഞിട്ട് പേരോത്സവന്റെ വിനയം കൊണ്ട് ഒരുപാട് കരഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയൊക്കെ വീഡിയോ ക്ലിപ്പിട്ടിട്ട് എത്ര പരിഹസിച്ചിടാം നമുക്ക് നീയൊക്കെ. പേരോടുസ്താദ് പ്രസംഗിക്കുമ്പം ഒരുപാട് പാവങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലേ ഒരു ഉഹ്റവിയായ ആലിമീങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറയാം ഞാനത് തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം. അതേപോലെയല്ലേ നീ ഇപ്പം പറയുന്നത്. നിന്നെ കൊണ്ടല്ല എങ്ങനെയെല്ലാം പരിഹസിക്കും നമ്മുടെ പണ്ഡിതന്മാർ, അതൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാണ്ട് പോവില്ല. പിന്നെ ഉഹ്റവിയായ ആലിമികൾ അങ്ങനെ തന്നെ പറയാം. പക്ഷെ ഇതല്ല കേട്ടോ, ഇത് ശരിക്കും തെറ്റ് ചെയ്തവർ തന്നെയാണ്. ഇത് തനിച്ച കുഫർ ചെയ്ത ആളുകളാണ് ഇവര്. നമ്മളെ കൂടുതൽ തന്നെ ചില ആളുകൾക്ക് ഇപ്പൊ എന്താണ് ഇവർ ചെയ്ത കുഫർ തിരിച്ചറിയാൻ കുറച്ച് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരൊക്കെ വളരെ കറക്റ്റായി മനസ്സിലാക്കി എന്താ സംഭവം എന്നുള്ളത്. അള്ളാഹുവിന്റെ കഴിവ് തന്നെ സൃഷ്ടികൾക്ക് അള്ളാഹ് കൊടുത്താൽ പിന്നെ കഴിഞ്ഞ്, പിന്നെ അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാന്ന് പറഞ്ഞു. മാത്രമല്ല അള്ളാഹ്ക്ക് ആ കഴിവ് പിടിച്ചെടുക്കാൻ കഴിയൂല, തിരിച്ചെടുക്കാൻ കഴിയൂല. അത്രക്കും അശക്തനാണ് അള്ളാഹു എന്നാണ് അവർ പറഞ്ഞത്. കുഫറിന്റെ വാദമാണ് പോയിട്ടുള്ളത്. ബിസ്മിയോ അവർ ചൊല്ലിയില്ല നാമം വെച്ചോ ശൈഖുന, നാട് നീളെ തെറി പറഞ്ഞു നടന്നു പേരോ ഹാദിമോ, നാട്ടുകാർക്കൊന്നാകെ കാട്ടി ശൈഖിൻ പത്നി പെണ്ണിനെ, വേഷം മാറി കീശ നിറയെ കാശുകൊണ്ട് ദുബായില്, മാറ്റി പറയൽ ഹോബിയാക്കി തൂറ്റിപ്പോയ നേരമിൽ, കാറ്റുപോയി ബീടൽ കൂടി ശൈഖിന്റെ അനുമതിയിൽ, ചെണ്ടമദ്ദളം മ്യൂസിക്കൊക്കെ ആയി പിന്നെ മുരീതരിൽ, തുടരുമീ മാല ബാക്കി കാത്തിരിക്കൂ സോദരേ.